സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. രക്തസാക്ഷികളുടെ പേരിൽ ഊറ്റം കൊള്ളുന്ന പാർട്ടിയാണ് എല്ലാ കാലത്തും CPM. പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകിയവരെന്ന നിലയിൽ രക്തസാക്ഷികളെ കുറിച്ച് അഭിമാനം കൊള്ളുന്നതും അവരുടെ കുടുംബത്തെ ചേർത്ത് നിർത്തേണ്ടതും തീർച്ചയായും പാർട്ടിയുടെ ബാധ്യതയാണ്. രക്തസാക്ഷികളുടെ പേരിൽ ആർത്തു വിളിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങൾക്ക് അപ്പുറത്ത് മറ്റൊരു കപടമുഖം കൂടിയുണ്ടെന്ന് പലതവണ പുറത്തു വന്നതാണ്. അന്നൊക്കെ പാർട്ടി അത് മൂടിക്കെട്ടിവെക്കാൻ ശ്രമിച്ചു. എന്നാൽ എത്ര മൂടിക്കെട്ടിവെച്ചാലും അഴുകിയ മണം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പലതും ആവർത്തനങ്ങളാണെങ്കിലും ആരോപണങ്ങൾക്ക് ആദ്യത്തേക്കാൾ മൂർച്ച വന്നിട്ടുണ്ട്. രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ച് ആ ഫണ്ട് മുക്കി അതിൽ കൈയിട്ട് വാരി രക്തസാക്ഷികളെ പോലും വെറുതെ വിടാത്ത പാർട്ടി പ്രവർത്തനങ്ങളുടേത് കൂടിയായി തീർന്നിരിക്കുകയാണോ CPM? അതുമാത്രമല്ല, മറ്റൊന്നു കൂടിയുണ്ട്. പാർട്ടിക്കെതിരെ പറഞ്ഞാൽ എത്ര പ്രിയനും അപ്രിയനായി മാറുന്ന സുവിശേഷം. അത് സാമ്പത്തിക ആരോപണമാകുമ്പോൾ അതിന്റെ തീവ്രതയും കൂടും. സാമ്പത്തിക ക്രമക്കേടിൽ CPMന് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. പാർട്ടിക്കാർ പോലും പാർട്ടിക്കെതിരെ തിരിഞ്ഞപ്പോൾ പാർട്ടി വെട്ടിലായി. കരുവന്നൂരിൽ ഒരു പാർട്ടിയെ തന്നെ പ്രതിയാക്കി കേസെടുത്ത സാഹചര്യവും കണ്ടു. കരുവന്നൂരിലെ ചോദ്യമുന മന്ത്രിയിലുടക്കി നിൽക്കുകയാണ്. അവിടെയാണ് മറ്റൊരു ക്രമക്കേടിന്റെ വാർത്ത കൂടി പുറത്തു വന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ മുഖം മിനുക്കാൻ ഗൃഹസന്ദർശനവുമായി നടക്കുന്ന CPMനേറ്റ വലിയ തിരിച്ചടിയാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദം. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V കുഞ്ഞികൃഷ്ണൻ അതോടെ പാർട്ടിക്ക് വെറുക്കപ്പെട്ടവനായി. ധനരാജ് എന്ന പ്രവർത്തകന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഫണ്ടിലാണ് കൃത്രിമത്വം നടന്നത് എന്നാണ് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തിയത്. ഇതേ തുടർന്ന് വലിയ പൊട്ടലും ചീറ്റലുമാണ് പാർട്ടിക്കകത്ത് ഉണ്ടായത്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കുഞ്ഞികൃഷ്ണൻ എല്ലാം തുറന്നു പറഞ്ഞത്. ഇനി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിലേക്ക് ഒന്ന് പോവുകയാണ്. അത് ഇങ്ങനെയാണ്. 2016 തന്നെ ഫണ്ട് സ്വരൂപണം നടന്നിരുന്നു. 2017 ഡിസംബർ 8, 9 തീയതികളിൽ കരിവെള്ളൂരിൽ ഏരിയ സമ്മേളനം നടന്നിരുന്നു. അതുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പിന്നീടാണ് ധനരാജിന്റെ കുടുംബത്തിനായി വീട് നിർമ്മാണത്തിലേക്ക് പാർട്ടി കടക്കുന്നത്. 2021 വരെയും ഇതിന്റെ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നില്ല. 2021 പിന്നീട് സമ്മേളനം നടക്കുന്നത്. ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയത് 2020 കണക്കുകൾ സമ്മേളനത്തിൽ വെക്കാനുള്ള ചുമതല എനിക്കായിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനായി എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോഴാണ് വിചിത്രമായ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. 2017 സമ്മേളനത്തിൽ അവതരിപ്പിച്ച വരവിൽ 10 ലക്ഷത്തിലേറെ കുറവാണ് അവതരിപ്പിച്ചത്. 1 കോടിയോളം രൂപയായിരുന്നു ആകെ പിരിച്ചത്. വീട് നിർമ്മാണത്തിനായി പിരിച്ച ഫണ്ടിലും കൃത്രിമം നടന്നിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് കമ്മിറ്റി കണക്ക് അംഗീകരിച്ചില്ല. 34 ലക്ഷത്തിലധികം രൂപ വീട് നിർമ്മാണത്തിനായി വേണ്ടി വന്നു എന്നാണ് കണക്ക് അവതരിപ്പിച്ചത്. 35.25 ലക്ഷം രൂപയും ചെക്ക് മുഖേനയാണ് നൽകിയത്. അത് പരിശോധിച്ചപ്പോൾ 29.25 ലക്ഷം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലും 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലും പോയതായി കണ്ടെത്തി. 40 ലക്ഷം രൂപ AKG ഭവൻ നിർമ്മാണത്തിന് ഉപയോഗിച്ചുവെന്ന് പറയുന്നു. എന്നാൽ അവർക്ക് ഫണ്ടുണ്ട്. ധനരാജ് ഫണ്ടിൽ നിന്ന് അതെടുക്കേണ്ട ആവശ്യമില്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ MLA TI മധുസൂദനാണ് തട്ടിയെടുത്തത്. 1 കോടിയിലേറെ പിരിച്ചിട്ട് 46 ലക്ഷം രൂപയുടെ തിരിമറിയാണ് നടത്തിയത്. തെളിവടക്കം ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് പരാതി നൽകി. എന്നാൽ നടപടിയെടുക്കാതെ പാർട്ടി തട്ടിപ്പ് മൂടിവെച്ചു. പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ 70 ലക്ഷം രൂപയുടെ തിരിമറിയാണ് നടത്തിയത്. അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരിയെ കണ്ട് തട്ടിപ്പ് ബോധ്യപ്പെടുത്തി. പിന്നീട് വന്ന MV ഗോവിന്ദനും തെളിവടക്കം കാര്യങ്ങൾ ധരിപ്പിച്ചു. മുഖ്യമന്ത്രിക്കും പയ്യന്നൂരിലെ തട്ടിപ്പിനെ കുറിച്ച് ബോധ്യമുണ്ട്. കൂട്ടമായി ചെന്ന് ഫണ്ട് പിരിക്കുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഏരിയ സെക്രട്ടറി മാറ്റി ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി പിരിക്കുന്നതാക്കി മാറ്റി. കൃത്രിമം നടത്താൻ ഏറെ സഹായകമായ ഒന്നാണിത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ടിൽ ലക്ഷങ്ങളുടെ തിരിമറിയാണ് നടന്നത്. 3 ഫണ്ടുകളിലായി 1 കോടിയിലേറെ തട്ടിയെടുത്തിട്ടുണ്ട്. വ്യാജ രസീതുണ്ടാക്കിയുള്ള തട്ടിപ്പ് തെളിവടക്കം പാർട്ടിയെ ബോധ്യപ്പെടുത്തി. എന്നാൽ പരാതി പറഞ്ഞ തനിക്കെതിരെ പാർട്ടി നടപടിയെടുക്കുകയാണ് ചെയ്തത്. അതെ, ശരിയാണ്. പാർട്ടി നടപടിയെടുക്കുന്നത് പാർട്ടിക്കെതിരെ പറഞ്ഞാലാണ്. അന്നും നടപടിയെടുത്തു കുഞ്ഞികൃഷ്ണനെതിരെ. അന്ന് സ്ഥാനത്ത് നിന്ന് നീക്കിയായിരുന്നു പ്രതികാര നടപടി.
നേതാക്കൾക്കെതിരെ പരാതി ഉന്നയിച്ചതിന്റെ പേരിലാണ് വി കുഞ്ഞികൃഷ്ണനെ സ്ഥാനത്ത് നിന്ന് നീക്കിയതത്രേ. ഫണ്ട് തട്ടിപ്പിനെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ അച്ചടക്ക നടപടിക്ക് വിധേയനായ ഏരിയ സെക്രട്ടറി അന്ന് പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചു. അതായത് കാര്യം തുറന്നു പറഞ്ഞാൽ പറഞ്ഞവരെയും കുത്തിനു പിടിച്ച് പുറത്താക്കുന്ന നല്ല ഒന്നാന്തരം പാർട്ടി പ്രവർത്തനമാണ് CPM-ന്റേത് എന്ന് സാരം. ഇപ്പോഴത്തെ തുറന്നു പറച്ചിലിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇപ്പോൾ കോടാലി എന്നാണ് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിക്കാർ അഭിസംബോധന ചെയ്യുന്നത്. കുലംകുത്തി എന്ന പേര് മറക്കാനാവാത്ത മലയാളിക്ക് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ചോറുണ്ട് ഏമ്പക്കം വിട്ടതിന് ശേഷം കുറ്റം പറയുന്ന നിലപാടാണ് കുഞ്ഞികൃഷ്ണന്റേത് എന്നും ചില പാർട്ടി പ്രവർത്തകർ പറയുന്നു. അതായത് കുഞ്ഞികൃഷ്ണന് ചില അജണ്ടയുണ്ടെന്നും അത് സെറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്നാണ് അവരുടെ പക്ഷം. കുഞ്ഞികൃഷ്ണന് TI മധുവിനോട് പകയാണ്. ആ പകയെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോഴത്തെ തുറന്നു പറച്ചിൽ. TI മധുസൂദനന്റെ യശസ് കളങ്കപ്പെടുത്താനാണ് കുഞ്ഞികൃഷ്ണന്റെ ലക്ഷ്യമെന്നൊക്കെയാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രതികരിച്ചത്. പഴയ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ എന്താണ് പ്രകോപനമെന്ന് കുഞ്ഞികൃഷ്ണൻ മറുപടി പറയണമെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിക്കൂടാ എന്നതിന്റെ ഉദാഹരണമാണ് കുഞ്ഞികൃഷ്ണനെന്നും രാഗേഷ് പറഞ്ഞു. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ പാർട്ടി കണക്കുകൾ മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ലെന്നും KK രാഗേഷ് പറഞ്ഞു വെച്ചു. അതെ, അറിയിക്കാനിരുന്നാൽ എല്ലാം ബോധിപ്പിക്കേണ്ടി വരുമെന്നും കള്ളി വെളിച്ചത്താക്കുമെന്നുമുള്ള ബോധം ചെയ്യാനുണ്ട്. രക്തസാക്ഷികളുടെ പേരിലുള്ള ഫണ്ട് തട്ടിപ്പ് പാർട്ടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുൻപും ഇജാതി പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് KK രമ അടക്കമുള്ളവർ തുറന്നു പറയുകയുണ്ടായി. 2005-2006 കാലത്ത് 25 കോടിയിലേറെ തുക പിരിച്ചെടുത്തിട്ട് ആ കണക്കിൽ പിന്നീട് യാതൊരു വിധ വിവരവും ഉണ്ടായിട്ടില്ലെന്ന് രമ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി. തിരുവനന്തപുരത്തും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം എന്ന പുതിയൊരു ആരോപണവും ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇക്കുറി തട്ടിപ്പിന് തരം താഴ്ത്തിയ നേതാവിന് വീണ്ടും പദവി നൽകിയാണ് CPM അയാളെ ആദരിച്ചത്. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് മുൻ ലോക്കൽ സെക്രട്ടറി രവീന്ദ്രൻ 5 ലക്ഷം വക മാറ്റിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത് കണ്ടെത്തിയപ്പോൾ ഇയാളെ തരം താഴ്ത്തി. എന്നാൽ തരം താഴ്ത്തിയ ലോക്കൽ സെക്രട്ടറിക്ക് CITU ജില്ലാ സെക്രട്ടറി പദവി നൽകുകയായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇതിന് പിന്നിലെന്നുമാണ് ഇപ്പോഴത്തെ ആരോപണം. 2008 വഞ്ചിയൂരിൽ വിഷ്ണു കൊല്ലപ്പെട്ടത്. വിഷ്ണുവിന്റെ മരണത്തിന് പിന്നാലെയാണ് പാർട്ടി ഫണ്ട് സ്വരൂപിച്ചത്. 10 ലക്ഷം രൂപയാണ് രക്തസാക്ഷി ഫണ്ടായി സ്വരൂപിച്ചത്. എന്നാൽ 5 ലക്ഷം രൂപ വിഷ്ണുവിന്റെ മാതാവിനും ബാക്കി 5 ലക്ഷം പാർട്ടിയുടെ അക്കൗണ്ടിലും സൂക്ഷിക്കുകയായിരുന്നു. ഈ പണം രവീന്ദ്രൻ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് പറയുന്നത്. സംഭവം അറിഞ്ഞപ്പോൾ പരാതി നൽകുകയും രവീന്ദ്രനെ തരം താഴ്ത്തുകയും ചെയ്തെന്ന് സഹോദരൻ പറയുന്നു. എന്നാൽ പിന്നീട് ഇയാളെ CITUവിന്റെ ജില്ലാ സെക്രട്ടറിയാക്കുകയായിരുന്നു. ഇതിൽ മനംനൊന്ത സഹോദരൻ വിനോദും ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ ആരോപണവും കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചതുപോലെ തന്നെ അടിസ്ഥാനരഹിതമാണെന്ന കാഴ്ചപ്പാടിലാണ് CPM നേതാക്കൾ. ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞത് ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ്. കേസ് നടത്തിപ്പിന് മാറ്റിവെച്ച തുകയാണ് അതെന്നും പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്യാതെ വക്കീലന്മാർക്ക് പണം കൈമാറി എന്നതാണ് പരാതി എന്നുമാണ് ജോയിയുടെ പ്രതികരണം. അതായത് ഇവിടെയും കള്ളൻ കപ്പലിൽ തന്നെ, അത് അംഗീകരിക്കില്ലെന്നു മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലക്ഷങ്ങളുടെ തിരിമറി നടന്നെന്ന് കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞിരുന്നു. ഇതൊക്കെ വിശദമായി തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തി. വെളിപ്പെടുത്തലിന്റെ ഭാഗമായി കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി തിരിഞ്ഞു. ഇതോടെയാണ് കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ CPM പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത്. പടക്കം പൊട്ടിച്ചും മറ്റും പാർട്ടിക്കാർ കുഞ്ഞികൃഷ്ണനെതിരെ മുദ്രാവാക്യം വിളിച്ചു. ആ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെന്ന ബോധം പോലും ഇല്ലാത്ത സാമൂഹിക വിരുദ്ധരുടെ ആറാട്ടായിരുന്നു അവിടുന്ന് അങ്ങോട്ട്. മറ്റുള്ളവരെ സ്വന്തക്കാരെ പോലെ കണ്ട് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നയാളായിരുന്നു ധനരാജ്. സാമ്പത്തിക സ്ഥിതി നല്ലതല്ലാതായിരുന്നിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചയാളാണ് ധനരാജ്. ധനരാജ് എന്നത് പേരിലുപരി പയ്യന്നൂരിന്റെ വികാരം കൂടിയായിരുന്നു. ആ വികാരമാണ് ഫണ്ട് തിരിമറിയിലൂടെ CPM അട്ടിമറിച്ചത്. പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണത്തിന് പൊതുജനങ്ങളോട് കണക്ക് പറയേണ്ട ആവശ്യമില്ലെന്നാണ് CPM നേതാക്കളുടെ നിലപാട്. പാലം കടക്കുമ്പോൾ നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ എന്ന ചൊല്ല് പാർട്ടിക്ക് ഏതായാലും ഇണങ്ങും. നിലവിൽ ജില്ലാ സെക്രട്ടറിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമുണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളവർക്ക് പോലീസിനെ സമീപിക്കാമെന്നും എന്നാൽ സംഘടനാപരമായ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഇടപെടേണ്ടതില്ലെന്നും ഗോവിന്ദൻ തട്ടിവിടുന്നുണ്ട്. പോലീസിൽ പറഞ്ഞാൽ എന്തൊക്കെ നടക്കും നടക്കില്ല എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായതാണ്.
പിണറായി പോലീസിന്റെ തിടുക്കം കരുവന്നൂരിൽ നമ്മൾ ഏറെക്കുറെ കണ്ടതാണ്. ഇനി ED വിളിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ആരൊക്കെ പാർട്ടി മാറും എന്ന് പോലും നിശ്ചയമില്ല.